ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ ഫൈൻ ജേണി. അപ്പം നമ്മുടെ പുതിയൊരു ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ പരിപാടി വന്നിട്ട് ഗ്രാൻഡ് പാലസും പിന്നെ ഒരു ഡയമണ്ടിൻ്റെ ഒരു ഷോപ്പും കാണാൻ പോലെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ ഭക്ഷണം ഇതാണെന്ന് റൈസ്, മുട്ട, ഫ്രൂട്ട്സ്, ഓറഞ്ച് ജ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് ഭക്ഷണം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇറങ്ങണം. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. നമ്മളിത് ഫസ്റ്റ് പോകുന്നത് ഈ ഡയമണ്ടിൻ്റെ സ്റ്റോർ കാണാൻ പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് പോയപ്പോൾ പറഞ്ഞത് ഒരുമാതിരി പറ്റിക്കണ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. എന്നാലും നമ്മുടെ ട്രിപ്പിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പട്ടായ ബീച്ച് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ജെംസ് ഗാലറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു കൗണ്ടർ നമ്പർ പോലെ ഒരു നമ്പറൊക്കെ തന്നു. അപ്പോൾ നമ്മൾ ക്യൂവിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മ്യൂസിയം പോലെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് വജ്രം കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോവുക. അപ്പോൾ ഈ വജ്രം എങ്ങനെ എടുക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊരു ജസ്റ്റ് ഡെമോ പോലെ ഇതിൻ്റെ ഉള്ളിൽ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരി നിൽക്കുകയാണ്. ഇതാണ് കലാപരിപാടി. ഒരു മൂവിങ് ട്രെയിൻ, ചെറിയൊരു ട്രെയിൻ പോലെ. ഇത് അത്യാവശ്യം നല്ല വലിയൊരു ബിൽഡിംഗ് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോറാണിത്. അപ്പോൾ ഇതിൽ ഈ ട്രെയിൻ പോലെ ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഗേറ്റിൽ കൊണ്ട് ഇറക്കി വിടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ വജ്രങ്ങൾ എങ്ങനെ എടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൽ വേറെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ചൈനീസ്, തായ്, ഇംഗ്ലീഷ്, ഹിന്ദി ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് സെലക്ട് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമ്മളിരിക്കുന്ന ക്യാബിൻ്റെ തൊട്ട് മുമ്പിലുള്ള സ്പീക്കറിൽ ആ ലാംഗ്വേജാണ് വരിക. ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് വരാത്ത പോലെ അങ്ങനെയാണ് ആ പരിപാടി. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നേ ഉള്ളൂ. അതൊരു ടീം ദേ പോയി, അടുത്ത ട്രെയിൻ ദേ വന്നിട്ടുണ്ട്. ഇതിലാണോന്ന് അറിയില്ല. അവർ ആ നമ്പർ അനുസരിച്ചിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ആ ഇതിൽ കയറിയിരിക്കണം. അപ്പം നമ്മളിതേ പതുക്കെ കയറുകയാണ്. നമുക്കുള്ള സീറ്റ് കിട്ടി, നമ്മൾ കയറിയിരുന്നു. ഈ സെൻറ്ററിൽ കാണുന്ന ഒരു ഡിസ്പ്ലേ കണ്ടോ? ആ ഡിസ്പ്ലേയിൽ വരും. തൊട്ട് രണ്ട് സൈഡിൽ കുഞ്ഞ് സ്പീക്കർ ഉണ്ട്. അവിടെ നിന്നാണ് ഇതിൻ്റെ വോയിസ് ഓവർ നമുക്ക് കേൾക്കുക. അതുകൂടാണ്ട് നമ്മളിരിക്കുന്ന ഈ സീറ്റിൻ്റെ രണ്ട് സൈഡിലും സ്പീക്കർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മാത്രം കേൾക്കാവുന്ന പോലെ ചെറിയ സൗണ്ടിലാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ ട്രെയിൻ പതുക്കെ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. ജെംസ് ഡിസ്കവറി. നമ്മളതിൻ്റെ ഉള്ളെത്തിയുണ്ട്. ഇവിടെ ഫുള്ള് ഭയങ്കര ഇരുട്ടൊക്കെ ആക്കിയിട്ട് ഭൂമിക്കടിയിൽ ഖനനം ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെയാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ എന്തായാലും ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഭൂമിയുടെ അടിയിൽ കുഞ്ഞ് വജ്രങ്ങൾ കാണണം. ഒക്കെ ലൈറ്റ് കൊണ്ടുള്ള എഫക്റ്റ് ആട്ടോ. ഓരോ കളറിലുള്ള ഡയമണ്ട്സിന് പകരം അവിടെ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഡയമണ്ട്സ് കാണുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നോരോന്നിൻ്റെ പിന്നാലെ വരുന്നു തോന്നുന്നു. നമുക്ക് പതുക്കെ കണ്ടു നോക്കാം.
ഈ താഴത്തൊക്കെ ഡയമണ്ട്സ് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോയിൽ എനിക്ക് കറക്റ്റായിട്ട് കാണാനുണ്ട്. ഇങ്ങനെയാണ് ഡയമണ്ട്സ് ഉണ്ടാവുക എന്നാണ് പറയണത് ഭൂമിക്കടിയിൽ. ഇതെങ്ങനെയൊക്കെയാണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ഈ വോയിസിൽ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് യൂട്യൂബിന് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുമ്പോൾ വിത്ത് വോയിസ് പോവാണ്. പിന്നെ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ളത് മോളിക്ക് അങ്ങനെ അവർ കൊണ്ടുവരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എല്ലാം മോട്ടറൈസ്ഡ്, ആൾക്കാരൊന്നുമില്ല, ഒക്കെ ജസ്റ്റ് സ്റ്റാച്യൂസ് വെച്ചിട്ട് മോട്ടറൈസ്ഡ് വെച്ചിട്ടുള്ള എല്ലാ പരിപാടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും കുറേ TV-കളൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫിനിഷിങ് എങ്ങനെ വരുത്തുന്നത് എന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു മുകളിലെത്തപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ ഡയമണ്ട്സ് ഇരിക്കണ ആ ഹോളിലേക്ക് ക്യാമറ അലോഡ് അല്ല, അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഹോട്ടലിൽ വന്നു. പിന്നെ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത പരിപാടിക്ക് ഇറങ്ങാം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് രാവിലെ റൗണ്ട് കഴിച്ചു, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക എന്നുള്ള ഐഡിയോടുകൂടി വീണ്ടും വന്നു. അപ്പോൾ ഇവിടുത്തെ കലപ്പരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അടുത്ത സ്ഥലം ദ ഗ്രാൻഡ് പാലസ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. നമുക്കൊരു ദിവസത്തേക്ക് ഒരു വണ്ടിയാണ് ഇവർ അലോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വണ്ടിയുടെ നമ്പർ, ഡ്രൈവർ ഡീറ്റെയിൽ, നമ്പർ എല്ലാവരും അയച്ചു തരും. അപ്പോൾ നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ഷീണമായതുകൊണ്ട് ഞാൻ നല്ലൊരു ഉറങ്ങി. അപ്പോൾ ബ്രദറാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നൈസായിട്ട് ഞാൻ ഉറങ്ങുന്ന വീഡിയോ ഒരാൾ എടുത്തിട്ടു. ഒന്നും അറിയാത്തവണ്ണം ഇരിക്കുകയാണ്. ഇതിനോട് അടുക്കും തോന്നുന്നു, എന്താ പറയുക, ബിൽഡിങ്ങുകളൊക്കെ ഭയങ്കര കളർഫുൾ ആട്ടോ. ഇതാ കാണുന്നതാണ് പാലസ്. അപ്പോൾ അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഗേറ്റ് ഏതോ ഒരു സ്ഥലത്ത് മാത്രമേ എൻട്രി ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടുത്തെ കൂടെ മാത്രമേ നമുക്കങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മൾ പതുക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഏരിയ മൊത്തം പട്ടം കറങ്ങിയിട്ട് പോകുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളിവിടെ ഇറക്കി നിർത്തിയിട്ട് ഡ്രൈവർ പോയിട്ട് ടിക്കറ്റ് എടുത്ത് വന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ 2.5 മണിക്കൂറാണ് ടൈം തന്നിരിക്കുന്നത് കാണാൻ. ഒന്ന് ഓടിപ്പടഞ്ഞ് കാണണം. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൊണ്ട് സമയം വൈകും, നമ്മളൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ അറിയുന്നുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം മറ്റേ ആട്ടുകാലിൽ കാണാൻ പോയണം, വെടിയിട്ട് പോകുമെന്നറിയില്ല. അതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളാണ്. മിലിറ്ററിയാണ് ഫുള്ള് ഡീൽ ചെയ്യണത്. കാരണം ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഗോൾഡ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ ഉള്ളിൽ. അവിടെ എവിടെയും പോയിട്ട് പതുക്കെ ചൊറിയാനും വന്നാലൊന്നും പറ്റില്ല. ഫുള്ള് ക്യാമറകളും മിലിറ്ററിയാണ് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇതിൽ കുറേ സ്ഥലങ്ങളിൽ ഈ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചിലത് പ്യൂർ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് വന്നിട്ട് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ ഉൾവശം ഫുള്ള് ഗോൾഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. അപ്പോൾ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് ബിൽഡിങ്ങുകളും അതിൻ്റെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിത് പതുക്കെ കണ്ട് കണ്ട് നടക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം 38 പ്ലേസ് ഉണ്ട് കാണാൻ. ഇവരിവിടെ നിന്നൊരു ഗൈഡ് ടൂറിൻ്റെ ഒരു ഇത് തരും, ഒരു മാപ്പൊക്കെ വരച്ചിട്ടുള്ളത്. പിന്നെ ഗൈഡ് ഉണ്ട് നമുക്ക്. നമ്മൾ ഗൈഡിനൊന്നും വിളിച്ചിട്ടില്ല. 38 സ്ഥലം കണ്ടു തീർക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ പതുക്കെ കറങ്ങി നടക്കാം. ഈ 2.5 മണിക്കൂർ കൊണ്ട് ഈ സ്ഥലം ഫുള്ള് കവറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും കാണാൻ ഭംഗി കൂടുതലുള്ള കാര്യങ്ങളെ കൂടുതൽ കണ്ട് കൂടുതൽ ഗോൾഡുകളുള്ള ഇത് കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നടക്കുകയാണ്. ഈ ബിൽഡിങ്സിൻ്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ 1782 ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കിങ് രാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു രാജാവാണ് ഇതിൻ്റെ സ്ഥാപകൻ. ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇത്രയും ഭംഗിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥലം, അത് ഈ രാജ്യത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ഫുള്ള് കുത്തിക്കോറി വരച്ച് നശിപ്പിച്ച് അങ്ങനെ ഒന്നും ചെയ്യാണ്ട് അത്രയും നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. Into the summer night, and you're never gonna see us again. We set off into the summer night, and you're never gonna see us again. We went looking for a new sound, and you're never gonna see what we found. We went looking for a new sound, and you're never gonna see what we found.
off into the summer night, and you're never gonna see us again. We set off into the summer night, and you're never gonna see us again. We went looking for a new sound, and you're never gonna see what we found. We went looking for a new sound, and you're never gonna see what we found. And you're never gonna see what we found. And you're never gonna see what we found. And you're never gonna see us again. ഇതൊക്കെ ഗോൾഡിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് ഇവർ ഉള്ളവർ പറയണത്. കാണുമ്പോഴൊക്കെ എന്താ പറയുക, ആ ഒരു ഫിനിഷിംഗ് ഉണ്ട്, എവിടെയും ഫെയ്ഡായ പോലെയൊന്നും കാണാനൊന്നുമില്ല. ഞാൻ കൂടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ്. We set off into the summer night, and you're never gonna see us again. We set off into the summer night, and you're never gonna see us again. We went looking for a new sound, and you're never gonna see what we found. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ എമറാൾഡ് ബുദ്ധ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല. നോക്കി നോക്കാം എന്തെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടുമെന്നുള്ളത്. ഇവിടെ നമ്മൾ ഉള്ളിൽ പോകണമെങ്കിൽ ചെരുപ്പൊക്കെ പുറത്തിട്ട് വേണം കയറാൻ. ഈ ബിൽഡിങ് ഫുള്ള് ഗോൾഡാണ്. ഇതിൻ്റെ ഉൾവശത്തൊക്കെ ഫുള്ള് ഗോൾഡ് കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇതിൽ കയറാൻ പോവാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ വരി നിന്നിട്ട് വേണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ വർക്കൊക്കെ കണ്ടു. ഇത്രയും പഴക്കമുള്ള ബിൽഡിങ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമുക്ക് പതുക്കെ ഉള്ളിലേക്ക് കയറാം. ഇതിൻ്റെ ഉള്ളിലാണ് ഫുള്ള് ഗോൾഡാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ടു. നമ്മളുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാമറ ഓണാക്കി ഓൺ ദ സ്പോട്ട് അവർ പിടിക്കും. പക്ഷെ അവർ അപ്പം തന്നെ ക്യാമറ ഓഫ് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ അവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് പതുക്കെ അടുത്ത ബിൽഡിങ്ങുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപോകാം. ഇത് കണ്ടിട്ടും എന്ന് പറയാൻ നമുക്ക് മതിയാവുന്നില്ല. കാരണം അത്രയും രസമായിട്ടുള്ള ബിൽഡിങ്ങുകളും അതിൻ്റെ വർക്കുകളും. Gonna see us again. We set off into the summer night, and you're never gonna see us again. We went looking for a new sound, and you're never gonna see what we found. We went looking for a new sound, and you're never gonna see what we found. And you're never gonna see what we found. And you're
set off into the summer night, and you're never gonna see ഈ ഒരു ക്ഷേത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജസ്റ്റ് അതിൻ്റെ ഒരു മിനി സ്കെച്ചറാണ്. ഇത് വന്നിട്ട് നമ്മുടെ കംബോഡിയയിലുള്ള അങ്കോവാർ വാട്ട് എന്നുള്ള ടെമ്പിളാണത്. അത് ഫുള്ള് കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുഞ്ഞ കല്ലുകൊണ്ട് കുത്തി 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 ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മിനിക്കേച്ചറാണത്. അത്ര ഭംഗിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി കാണണം എന്ന് ആഗ്രഹമുള്ള സ്ഥലമാണത്. ഇതിൻ്റെ വർക്ക് ക്വാളിറ്റി ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഇതെല്ലാം പുതിയതാണെന്ന് തോന്നുന്നു. പഴയതായിട്ട് തോന്നുന്നില്ല, കാരണം വർക്ക് കണ്ടിട്ട് പുതിയ പോലെ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ട് പോയിന്റ് ഇതാണ്. ഗോൾഡ് കൊണ്ടുള്ള ഐജ് കളിയാട്ടം ഒരു രക്ഷയില്ല. ഓരോ ബിൽഡിങ്ങിന്റെ റൂഫും സൈഡ് വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണണം. നമ്മൾ പ്രതീക്ഷിക്കണം തന്നെ 3.25 മണിക്കൂർ എടുത്ത് കണ്ടു തീർക്കാൻ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വലിയൊരു തടാകം കണ്ടു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നടന്നു. ഇവിടുന്ന് ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ പ്ലേസുകളിലേക്ക്. എനിക്ക് അതിൻ്റെ സ്ഥലങ്ങളുടെ പേരുകളൊന്നും വലിയ ഓർമ്മയില്ല. ഇവിടെയൊക്കെ വന്നു ഇതൊക്കെ ചുറ്റി കണ്ടു പതുക്കെ. എന്തായാലും ലേറ്റായി, പക്ഷെ ഡ്രൈവർ ഇതുവരെ വിളിച്ചിട്ടില്ല. അതിനൊരു ഭാഗ്യം. നമ്മൾ ഇവിടെയൊക്കെ പതുക്കെ നടന്ന് കാണുകയാണ്. സംഭവം റോഡിലിറങ്ങി നടന്ന് വഴി തെറ്റിയെന്ന് പറയാം. അപ്പം എന്തായാലും ഈ ഒരു സബ്വേയുടെ ഒരു ഭാഗം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ പോയി നോക്കാം ഒന്ന്. അപ്പോൾ ഈ സബ്വേയുടെ അങ്ങേ അറ്റത്താണെന്ന് തോന്നുന്നു. ഇപ്പോൾ മാപ്പിലും ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഈ സബ്വേ വഴി ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ സബ്വേ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഗേറ്റ് 2 ആണ്. ഇത് സബ്വേ ആണോ അതോ വല്ല സൂപ്പർ മാർക്കറ്റാണോ? ഷോപ്പിംഗ് മാൾ പോലെയൊക്കെ ഉണ്ട്. എൻ്റെ ഉള്ളിൽ കണ്ടോ അത്ര നീറ്റ്. ഞാൻ അത് വീണ്ടും പറഞ്ഞു, ഇവിടുത്തെ ക്ലീൻനെസ്സിൻ്റെ കാര്യം അടിപൊളി. ഇവിടുത്തെ സെക്യൂരിറ്റി ഉണ്ട്. നമുക്കത് കുറച്ച് നടന്ന് ക്ഷണിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ ചെയർ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പതുക്കെ നടന്നു നോക്കാം, ഇതിൻ്റെ ഭംഗി കണ്ടുകൊണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആ പഴയ സ്റ്റൈല് കല്ലുകളും അതിൻ്റെ അടിവശമൊക്കെ ഇതിൻ്റെ അടിയിൽ. നമ്മൾ പോയിട്ടുള്ള ഗ്രാൻഡ് പാലസിൻ്റെ അടിവശത്തിൽ കൂടിയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാൻഡ് പാലസിൻ്റെ പണ്ടത്തെ കുറേ ഫോട്ടോസ്, അതിൻ്റെ അടിവശത്തെ കല്ലുകൾ, അത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മൊസൈക്ക് കവർ ആവാണ്ട് അതുപോലെ അവരവിടെ കാണിച്ചു തന്നുണ്ട്.
അതായത് നമുക്കൊരു എക്സിറ്റ് കാണാനുണ്ട്. ഇതിലെ കയറി നമുക്ക് പുറത്തേക്ക് നോക്കാം. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും കാറ്. ഇവിടെ തന്നെ ആവണേ. അപ്പോൾ കറക്കമൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീണ്ടും ഹോട്ടലെത്തി. ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതോട് കൂടിയിട്ട് വൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.